ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോർവേയിൽ ഒരു വീട് വാങ്ങാൻ പറ്റുക, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹെലൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്യിൽ പൈസ ഉള്ളവർക്ക് ഇവിടെ വീട് വാങ്ങാൻ ഒന്നും ചിന്തിക്കണ്ട. ഡയറക്റ്റ് പൈസ കൊടുക്കുക, സെല്ലറെ അല്ലെങ്കിൽ ബിൽഡറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വീട് വാങ്ങുക. വേറെ ഒന്നും തന്നെ ചിന്തിക്കേണ്ട, അവർ എഗ്രിമെൻറ്റ് സൈൻ ഇട്ട് ഓൾ സെറ്റാണ്. പക്ഷേ ഇത് ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. നാട്ടിൽ 10-40 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വീട് പോലെയല്ല യൂറോപ്പിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട് വാങ്ങുമ്പം അത് എന്തായാലും കോടികളുടെ മുകളിലാവും ഒരു വീട് വാങ്ങണമെങ്കിൽ. അപ്പോൾ എന്തായാലും അത് എല്ലാവരുടെയും കയ്യിലൊന്നും അത്രയും പൈസ കാണില്ല. അപ്പോൾ എല്ലാവരും ആദ്യമേ നോക്കുന്നത് ലോൺ എടുക്കാനായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. എല്ലാമേ പ്ലാൻ പണ്ണണം എന്ന് പറയുന്നത് പോലെ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടണമെങ്കിൽ ഇപ്പം ഒരാൾക്ക് മാത്രമാണ് സാലറി ഉള്ളതെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ തന്നെ കുറച്ച് എമൗണ്ട് നമുക്ക് ലോൺ കിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ പോലും ലോൺ കിട്ടുന്നതിൽ കുറച്ച് കുറവായിരിക്കും നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നത്. രണ്ടുപേർക്കും സാലറി ഉള്ളവർക്കാണെങ്കിൽ, രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ലോൺ കിട്ടാൻ ഈസിയാണെന്ന് തന്നെയല്ല, പ്രോസസ്സിങ് നമ്മുടെ എമൗണ്ടും കൂടുതലായിരിക്കും കിട്ടുന്നത്. ഇനി ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലും അതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര രൂപയുടെ വീട് നമുക്ക് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് എത്ര രൂപയുടെ വീട് നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ആദ്യമേ ഒന്ന് ചിന്തിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് എമൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് പൈസ നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കാം. നമ്മുടെ നാട്ടിലെ പ്രോപ്പർട്ടി വിറ്റോ അല്ലെങ്കിൽ നാട്ടിൽ പൈസ ബാങ്കിൽ കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാം. എല്ലാം പ്രൂഫ് കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല ബാങ്കുകാർ. അപ്പോൾ നാട്ടിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെയും പ്രൂഫ് കാണിക്കണം. അങ്ങനെയൊക്കെ കാണിച്ചാൽ നമുക്ക് കുറച്ച് പൈസ അങ്ങനെ കാണിച്ചാലും മതി, നമ്മുടെ കയ്യിൽ തന്നെ ഇത്ര വേണമെന്നില്ല. ഇനി നമ്മളിവിടെ ഒരു ഡൗൺ പേയ്മെൻറ്റ്, ഈ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നത് മാത്രമല്ല, അത് ഡൗൺ പേയ്മെൻറ്റ്, അത് നമ്മൾ 15% ആയിരുന്നു ഇത്രയും വർഷം ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്, 10% ആക്കി. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ. അപ്പം 10% നമ്മുടെ കയ്യിൽ, എത്ര എമൗണ്ടിൻ്റെ ഹൗസാണ് നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ 10% നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ബാങ്കിൽ ലോൺ കൂടാതെ കൊടുക്കണം. അപ്പോൾ അതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഹൗസ് വാങ്ങുന്നതിനെ പറ്റി തന്നെ ഒന്ന് ചിന്തിക്കാം. അടുത്തത് അപ്രോച്ചാണ്. നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ കുറേ ബാങ്കുണ്ട്. അപ്പം ഏത് ബാങ്കിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോൾ നോർവേയിലെ ലാർജസ്റ്റ് ബാങ്ക് DNB എന്ന് പറയുന്ന ബാങ്കാണ്. അതല്ലാതെ സ്പാര ബാങ്ക്, ഹാൻഡിൽസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പം നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് ഏതാണ് ഓക്കെ എന്ന് ചിന്തിച്ചിട്ട് ആ ബാങ്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് ഫൈനാൻസ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ സാലറി ഒക്കെ വെച്ചിട്ട് ഒരു ഫൈനാൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ബാങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പം ബാങ്കിൽ നിന്ന് നമുക്കൊരു ഫൈനാൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൗസ് സെർച്ച് ആണ്. നമ്മൾ വീട് വാങ്ങാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വീട് ഏതെങ്കിലും ഒരെണ്ണം തപ്പി കണ്ടുപിടിക്കണ്ടേ. അപ്പം നമ്മൾ വീട് ഇവിടെ തപ്പാൻ പറ്റിയത് fin.no എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ കുറേ കാണും, ഏജൻസികൾ. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിന്നിൽ തപ്പി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇവിടെ ഒരു വീട് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് fin.no എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ, ഞാനിപ്പം ഇതിൻ്റെ ആപ്പുണ്ട് ഫിന്നിൻ്റെ, അത് ആപ്പില്ലാതെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുക, ക്രോമിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ കാണാം സെയിലിനുള്ള ഹൗസും ഉണ്ട്, അതുപോലെ തന്നെ റെൻറ്റിന് വേണ്ടിയുള്ള ഹൗസും ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ എഴുതിയേക്കുന്നത് പോലെ ഹൗസ് വിത്ത് 4 ബെഡ്റൂം, ബാൽക്കണി ഉള്ള ടൈപ്പ് ഉള്ളത് വേണമെങ്കിലുണ്ട്. അപ്പോൾ എല്ലാം അതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് ഷെയർഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാരേജ് സ്പേസും സ്റ്റോറേജ് റൂമും എല്ലാം ഉള്ള, എലിവേറ്റർ എല്ലാം ഉള്ള ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5 മില്യൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൈസല്ല നോക്കേണ്ടത്, ടോട്ടൽ പ്രൈസാണ് നോക്കേണ്ടത്. അത് ഫെല്ലസ് കോസ്റ്റും പിന്നെ ടാക്സും എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പം അതെല്ലാം നമ്മൾ തന്നെ അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രൈസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എത്ര ബെഡ്റൂം ഉണ്ട്, ഏത് നിലയിലാണ്, 5ാമത്തെ നിലയിലാണ്, ഏത് ഇയറിലാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്, 1995-ലെയാണ്. അപ്പോൾ ഒത്തിരി പഴയതും അല്ല എന്നാൽ പുതിയതും അല്ലാത്തൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. അപ്പം നമ്മൾ അത് ഇപ്പം നമുക്ക് നോക്കേണ്ട ഏരിയ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഓസ്ലോ ആണ് ഇവിടുത്തെ മെയിൻ സ്ഥലം. അപ്പം ആ മെയിൻ പ്ലേസ് അല്ലെങ്കിൽ സെൻട്രലിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഓസ്ലോ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് താഴെ കാണാൻ പറ്റും 7330 എണ്ണമുണ്ട്. അതിൻ്റെ അകത്ത് ഇനി പുതുതായിട്ട് വന്നത് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 434 എണ്ണം ഉണ്ടെന്നാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഓസ്ലോയിൽ തന്നെ ഏത് സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം അതിൽ മെയിൻ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ലോ സെൻറ്ററൊക്കെയാണ്. അവിടെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമുക്കിപ്പം ചുമ്മാ വെറുതെ ഒന്ന് എടുക്കാം. സിറ്റി സെൻറ്ററിൽ അവർ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബിഗ് ഡോയ് ഫ്രോഗ്നർ എന്നും പറയുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെ 6 എണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു എണ്ണം ജസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇവിടെയൊക്കെ നല്ല പൈസ കൊടുത്താൽ മാത്രമേ അവിടെയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. വേറൊരു കാര്യം പറഞ്ഞു തരാനുള്ളത്, അപ് ടു 5 years വരെ സെല്ലർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചാൽ അവർ തന്നെ അത് ശരിയാക്കി തരണം. നമ്മളായിട്ട് വരുത്തുന്നതല്ലാതെ അതിൻ്റെ അകത്ത് അല്ലാതെ എന്തെങ്കിലും ഡിഫക്റ്റ് നമ്മുടെ വീട്ടിൽ ഹിഡൻ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ 5 years, അതൊരു ഇൻഷുറൻസ് ആണ്. അപ്പം ആ 5 yearsനുള്ളിൽ എന്ത് സംഭവിച്ചാലും അവർ തന്നെ അത് മാറ്റിത്തരും നമുക്ക്. ഇപ്പോൾ ലിവിങ് റൂമാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലിവിങ് റൂമിൻ്റെ വലുപ്പവും എത്ര വലുപ്പത്തിലുള്ളതാണ്. ലിവിങ് റൂമിനോട് ചേർന്നായിരിക്കും ചിലവർ കിച്ചൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും അങ്ങനെയാണ്. കിച്ചൺ സെപ്പറേറ്റ് ആയിട്ടുള്ളത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ കിച്ചൺ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെ നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഇവരുടെ ലിവിങ് റൂമിൽ തന്നെയാണ് കിച്ചൺ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഇതാണ് ഓസ്ലോ സെൻറ്റർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൽ പുറത്ത് കാണുന്ന സംഭവമൊക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെയാണ്. അപ്പം അത്രയും അടുത്തുള്ള ഒരു വീടാണ് കേട്ടോ ഇത് അവരുടെ ബാത്റൂമാണ്, പിന്നെ ബെഡ്റൂം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വീടാണ് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൈസ് 3 bedroom അടങ്ങുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് 11 million ആണ്. 11 millionൽ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഫെല്ലസ് കോസ്റ്റും ടാക്സും എല്ലാം കൂടെ ചേർന്നാണ് ഈ 11 million, അല്ലെങ്കിൽ 10 millionൻ്റെ മുകളിൽ ആകുകയുള്ളായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഈ ടോട്ടൽ പ്രൈസാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. സാധാരണയായിട്ട് ബാങ്ക് നമുക്ക് 90% ആണ് ലോൺ തരേണ്ടത്. ബട്ട് ഈ 90 തന്നെ കിട്ടണമെന്നില്ല. ഈ 90 വരുന്നത് ചേഞ്ച് ആവുന്നതാണ്. ഡിപ്പെൻസ് ഓൺ നമ്മുടെ ജോബും സാലറിയും സേവിങ്സൊക്കെ വെച്ച്. റൂം 2 എണ്ണം ഉണ്ട്, ബാൽക്കണി 5 meter ഉണ്ട്, പിന്നെ റൂം 3 എണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനർജി ലേബലിംഗ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സി ലൈറ്റ് ഗ്രീൻ എന്ന്. ഏറ്റവും നല്ലത് ഗ്രീന് എ ഒക്കെയാണ് കേട്ടോ. അപ്പം സി ലൈറ്റ് ഗ്രീനും ഓക്കെയാണ്. പിന്നെ ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 2010 ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മേക്ക് എ ബിഡ്, അതിൻ്റെ മുകളിലൊരു വീസണിങ്ങും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വീസണിങ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീട് പോയി കാണുക. അത് കഴിഞ്ഞ് നമ്മൾ ബിഡ് ചെയ്യുക വീടിന്. ഒരുപാട് പഴയ വീട് വാങ്ങാതെ പുതിയ വീട്, അതായത് 2010 അല്ലെങ്കിൽ 2000-ന് മുകളിലേക്കുള്ള വീട് വാങ്ങുന്നതിൻ്റെ ഉള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലേബലിംഗ് ഗ്രീൻ ഓർ ലൈറ്റ് ഗ്രീൻ ഒക്കെ ആയിരിക്കും. അതുപോലെ എ ഓർ ബി ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയുള്ള ബെനിഫിറ്റ്സ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്ത് വീസണിങ്ങിന് അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ബിഡ് ചെയ്യുക ഈ വീട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിങ്ങനെ ഒരു വീട് എടുക്കാൻ പറ്റുക. നമ്മളിങ്ങനെ വീസണിങ്ങിനൊക്കെ ചെന്ന് അല്ലെങ്കിൽ വീട് നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ സെല്ലർ വഴിയാണ് ഇത് വാങ്ങണതെങ്കിൽ, അല്ലെങ്കിൽ പഴയ വീടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ബിഡ് ചെയ്യും അവർ. അപ്പോൾ ഒരുപാട് പേര് ഈ വീടിന് വേണ്ടി തന്നെ വന്നു കഴിഞ്ഞാൽ അവർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേലം വിളി പോലെ തന്നെ കൂട്ടി വരും. അവരൊരു എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് പറയും. അതിൽ കൂടുതൽ ആര് പറയണോ അവർക്കായിരിക്കും ആ വീട് കിട്ടുക. അതല്ലാതെ നമ്മൾ ബിൽഡർ വഴി, ഇപ്പം ഞങ്ങൾ വീട് വാങ്ങിയെന്ന് പറഞ്ഞാൽ ബിൽഡർ വഴിയായിരുന്നു. അതായത് ഉബൂസ് എന്ന് പറയുന്ന ഒരു ബിൽഡറുണ്ട്. അപ്പോൾ ആ ഉബൂസിൻ്റെ തന്നെ അവർ വീട് വെക്കുന്ന ടൈമിൽ, അപ്പോൾ അത് അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഇതിട്ടു. അപ്പം അനൗൺസ് ചെയ്തു. അപ്പം ഞങ്ങൾ അതിൽ നിന്നപ്പോൾ അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അവർക്ക് വേണമെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്യാം, പക്ഷേ ഇതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും എപ്പോഴും തന്നെ. അപ്പോൾ നമ്മളത് അങ്ങനെ ഇതുപോലെ തന്നെ ലേലം വിളിയോ അല്ലെങ്കിൽ ബിഡിങ് പരിപാടികളൊന്നുമില്ല. നമുക്ക് തന്നെ ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ അത് എന്നിട്ട് പണി കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കീ കിട്ടും. അപ്പോൾ അത് ആ വഴിയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ബ്രോക്കറോ അല്ലെങ്കിൽ ഇങ്ങനെ ബിഡിങ് പരിപാടികളോ ഒന്നുമില്ല. ഇത് അല്ലാതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ അതിന് ഈ സെല്ലർ, അതിൻ്റെ ഇടയ്ക്കൊരു ബ്രോക്കർ കാണും. അപ്പോൾ ഈ ബ്രോക്കർ വഴി ഇങ്ങനെ ബിഡിങ് നടത്തും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല, ഇപ്പം ചില വീടുകൾക്ക് ബിഡിങ്ങേ കാണില്ല, ആരും തന്നെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൈസ കുറയ്ക്കാനും പറ്റും. അവർ പറഞ്ഞതിലും വേറെ ആരും വന്നില്ലെങ്കിൽ ഇപ്പം നമുക്ക് നാട്ടിലത്തേക്ക് പോലെ തന്നെ അപ്പം നമ്മൾ ലേലം വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം, വേറെ ആരും തന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ. അതല്ല ഒത്തിരി പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പൈസ ചിലപ്പോൾ 5 millionൻ്റെ ചിലപ്പോൾ 6 million ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇതൊന്നും സെല്ലറും നമ്മളും തമ്മിലുള്ള ഇടപാടല്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്രോക്കർ കാണും. ഇനി ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന കേസിലാണെങ്കിൽ പോലും, ലോണിൻ്റെ കേസാണെങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്കൊരു സെല്ലറിൻ്റെ ഇടയ്ക്കും ബാങ്കിൻ്റെ ഇടയ്ക്കും
നമ്മുടെ ഇടയ്ക്ക് ഒരു ബ്രോക്കർ കാണും, അത് ഈ സെല്ലറാണ് അറേഞ്ച് ചെയ്യുക. അപ്പം ആ ബ്രോക്കർ വഴിയാണ് നമ്മൾ ബിഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. സെല്ലറുമായിട്ട് ഡയറക്റ്റ് ഉള്ള ഒരു പരിപാടി നമുക്കിവിടെ കാണില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും മേ ബി. ഇവിടെ എല്ലാം തന്നെ അങ്ങനെ ബ്രോക്കർ വഴിയാണ് നടക്കുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനിങ് ആണ്, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. ലോൺ നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. ബാങ്ക് ഫൈനൽ പ്രൈസ് എത്രയാണ്, നമ്മുടെ ഡെപ്പോസിറ്റ് എത്രയാണ് നമ്മൾ അടയ്ക്കുന്നത്, അതായത് ഡൗൺ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ 10% നമ്മൾ അടച്ചോ എന്നൊക്കെ നോക്കിയിട്ട് അവർ ലോൺ പാസ്സാക്കും. ലോൺ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പിന്നെ ലോൺ അപ്രൂവൽ ആകണമെങ്കിൽ നമ്മൾ ഈ ഡൗൺ പേയ്മെൻറ്റ് ഫസ്റ്റ് ഈ സെല്ലർക്ക് അയച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ലോൺ പാസ്സായി നമ്മുടെ ലോണിലെ എമൗണ്ട്, ലോൺ പാസ്സായ എമൗണ്ട് ഡയറക്റ്റ് നമ്മുടെ സെല്ലർക്ക് ചെല്ലുള്ളൂ. നമ്മുടെ വഴിയല്ല, ഇവർ ബാങ്കിൽ നിന്ന് ഡയറക്റ്റാണ് സെല്ലറിലേക്ക് അയക്കുന്നത്. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് പ്രോസസ് രജിസ്ട്രേഷനാണ്. നമ്മുടെ പേരിലേക്ക് നമ്മുടെ ഹൗസ് രജിസ്റ്റർ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളും അതെല്ലാം നമ്മൾ അതിനകത്ത് വായിച്ച് നോക്കണം. നോർവീജിയനിലാണെങ്കിൽ ആയിരിക്കും മേ ബി. അപ്പം നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫുള്ള് വായിച്ച് നോക്കിയിട്ട് വേണം ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാം. നിങ്ങൾ രജിസ്ട്രേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കീ ഹാൻഡ് ഓവറാണ്. ഇത് കഴിഞ്ഞ് വേറെ പരിപാടിയൊന്നുമില്ല. കീ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയാണ് ആ വീട്. പക്ഷേ ഇങ്ങനെ നമുക്കായി ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് അതിൻ്റെ അകത്തെ ഇൻറ്റീരിയറും സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പം ബിൽഡർ വഴിയാണ് ഇത് എടുക്കണതെങ്കിൽ അതിനകത്ത് പലതും നമുക്ക് നേരത്തെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് ഇത് പണിതുകൊണ്ടിരിക്കുന്ന ടൈമിൽ, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് വാങ്ങുന്നതാണ്. 1 വർഷം മുമ്പായിരിക്കും അല്ലെങ്കിൽ 2 വർഷം മുമ്പായിരിക്കും നമ്മളിത് വാങ്ങുന്നത്. അപ്പം നമുക്ക് തന്നെ അതിൻ്റെ കിച്ചൺ മാറ്റാൻ ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം കളറ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട്. ബിൽഡറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ നേരത്തെ വാങ്ങുന്നതെങ്കിൽ, അതായത് പുതിയ വീടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതെങ്കിൽ, അതിനൊരു കൃത്യമൊരു സമയമുണ്ട്. അവസാന നിമിഷത്തിൽ പണ്ടേ എനിക്ക് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. 1 വർഷം മുമ്പൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഇതിനുള്ള ഒരു അവസരമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ വീടിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ പോലും നമ്മുടെ വീട് ചിലപ്പം വ്യത്യസ്തമാക്കി നമുക്ക് എടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ പോലും 1 ലക്ഷം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പം ബാച്ചിലേഴ്സായിട്ടൊക്കെ കുറേ പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ കുഴപ്പമില്ല. അതല്ലാതെ ഫാമിലി ആയിട്ട് 2 ബെഡ്റൂമൊക്കെയുള്ള വീട് എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയിൽ ആയിരിക്കും വാടക വരുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്രയും വാടക എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് EMI അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ആ വീട് സ്വന്തമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും നല്ലതൊരു വീട് വാങ്ങുക തന്നെയാണ്. അപ്പം പൈസയുള്ളവർ ഡയറക്റ്റ് പോയി വാങ്ങുക. അല്ലാത്തവർ ഇപ്പം ഞാൻ പറഞ്ഞ പ്രോസസ്സിലൂടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, അതപ്പോൾ ആദ്യമേ നിങ്ങൾ നോക്കണം പറ്റുന്നതാണോ. അതല്ലാതെ അവസാനം കിടന്ന് ഓടാൻ പറ്റില്ല. അതല്ലേ നമ്മുടെ സാലറി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ബാങ്കിൽ തരുള്ളൂ ഓഫ് കോഴ്സ്. അപ്പം നമ്മുടെ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എമൗണ്ടിലുള്ള ഒരു വീട് നോക്കുക. അതല്ല ഒരാൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ഇപ്പം ബാങ്കിൽ നിന്നുള്ള ലോണും കുറവായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വീട് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അതനുസരിച്ചുള്ള വീട് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതാണ് യഥാർത്ഥ സത്യം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതുതായിട്ട് വീട് വാങ്ങാനിരിപ്പുണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക. എന്തൊക്കെയാണ് ആ പ്രോസസ്സ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ബൈ.